കൃഷ്ണൻകുട്ടി എങ്ങനെ വല്ല ഗതിയും പിടിച്ചാണ് വന്നേക്കണത്? പിന്നെ വേറെ ലെവൽ പരിപാടിയൊക്കെ എങ്ങനെ ആക്ഷൻ അടിപൊളി ഇടിപടം എന്താലേ അവന്റെ ആ ശുഷ്കാന്തി കണ്ടമല്ലേ ഡെബ്യൂട്ടിന് എടുത്ത പടമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ഫുൾ ഹൈ എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഹൈ. വെറുതെ പറയല്ല, നമ്മളൊരു എന്തോ സ്റ്റഫ് അടിച്ച് കാണുന്ന പോലത്തെ പടമാണ്. അത്രയ്ക്ക് ഹൈ പടം. ഇപ്പോഴത്തെ പിള്ളേർ കൊള്ളാം. ഭയങ്കര ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് പരിപാടിയാണ്. തല്ലുമാലയ്ക്ക് ശേഷം നല്ലൊരു ഫൈറ്റ് പടം കിടലായിട്ടുണ്ട്. ഇടിയെന്ന് വെച്ച് കിണ്ടൽ ഇടിപ്പടം. പറഞ്ഞു കേട്ട സ്ഥിതിക്ക് സിനിമ തുടക്കം മുതൽ അവസാനം വരെ ഒട്ടും ബോറടിയില്ല. കേൾക്കുമ്പോ തന്നെ ഞാൻ ചാർജ് ആവും. സിമ്പിൾ ആയിട്ടുള്ള കഥ എല്ലാവർക്കും കണ്ട് ആസ്വദിക്കാൻ പറ്റിയ ഒരു ചിത്രം. നോട്ട് ദാറ്റ് പോയിന്റ്. മാസമുണ്ട്, ഇമോഷണൽ സംഭവമുണ്ട്, എല്ലാം ഉള്ള ഒരു പക്കാ ന്യൂജൻ പടം ആണല്ലോ. നിന്റെ ഈ വാക്ക് ഞാൻ വിശ്വസിക്കുകയാണ്. പടം സൂപ്പർ ഹിറ്റ് ആണ്. 2026 ഫസ്റ്റ് 100 കോടി പടമാണ്. ഫസ്റ്റ് ഹാഫ് വേറെ ലെവൽ കത്തിക്കലാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫ് പെട്രോളും കൂടെ ഒഴിച്ച് അമ്മാതിരി ആളി കത്തിക്കലാണ് സംഭവം നടന്നത്. പിന്നെ എല്ലാവരും അർജുന അശോകനായാലും എല്ലാവരും നല്ല രീതിയിൽ തന്നെയാണ്. സത്യം പറഞ്ഞാലേ ഇപ്പോഴൊന്നും ആശ്വാസമായ മമ്മൂക്കയുടെ ക്യാരക്ടർ WWE ഏതെങ്കിലും ക്യാരക്ടറായിട്ടാണോ വരുന്നത്? അതോ പയ്യന്മാരൊന്നുമല്ല, മമ്മൂട്ടിക്കാണ് ഞാൻ കാണാനുള്ളത്. കിടുക്കെന്ന് പറഞ്ഞാൽ വല്ലാത്ത സംഭവം തന്നെ. ഇതിനെ കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെ കുറിച്ചാ മമ്മൂക്കൊന്നും പറയാനില്ല, രോമാഞ്ചം തന്നെയാണ്. കിടില ഒന്നും പറയാനില്ല. ഇത് ഞാൻ തകർത്ത. സൗണ്ടൊക്കെ പോയി. വാൾട്ടർ ഒരു രസമല്ലോ കേട്ടോ. പക്ഷേ ഒരു കുഴപ്പം കാണുന്നുണ്ടല്ലോ. ആറ്റിങ്ങൽ രാമകൃഷ്ണന് തെറ്റില്ല മോനെ. ശനി വരുന്നത് ഈ വഴിക്ക് തന്നെ. വാൾട്ടർ ലോപ്പസ് ഗുഹുക്കി, നല്ല പേര്. സാക്ഷാൽ മെഗാസ്റ്റാർ മമ്മൂക്ക. എങ്കിൽ ഞങ്ങൾ പോകാതെ അവിടെ ഇരിക്കടാ. ഇരിക്കും മോനെ. കോമഡി പീസ് എന്ന് പറയുന്നത് അസല് കോമാളിക്കാൻ. അതിന് എന്ത് പുള്ളി ഒന്ന് കാണിച്ചു പോയേക്കുന്നേ. അതിന് കറക്റ്റ് ബസൂക്ക 2.0. വേണ്ടാത്തത് പറഞ്ഞാലുണ്ടല്ലോ ഓടിത്തിനോട് കാത്തേ. ബസൂക്കയുടെ അതേ മാനറിസംസ്. അതായത് നാവ് കടിക്കുക, പല്ലിളിക്കുക, കണ്ണുരുട്ടുക. എന്നാൽ ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി. അതായത് മമ്മൂക്കയുടെ കോസ്റ്റ്യൂം വളരെ മോശമാണ്. ഇപ്രാവശ്യം എന്തു പറ്റി? ഒരുതരം കോമാളി വേഷം. കൂത്തറേ മോശം കോസ്റ്റ്യൂംസിൽ അടുത്താലും മമ്മൂക്കനെ കണ്ടിട്ടില്ല. വെറും അബദ്ധം കോസ്റ്റ്യൂംസ്. മൈക്കൽ ജാക്സന്റെ ത്രില്ലർ വരും, കോപ്പ് വരും എന്നൊക്കെ പറഞ്ഞിട്ടും കണ്ണിയാ കുത്തിപ്പിടിക്കും. ഒരു കയ്യബദ്ധം നാറ്റിക്കരുത്. തൃപ്തിയായല്ലോ നിനക്ക്? പിന്നെ വിഗ് വളരെ മോശമാണ്. പിന്നെ സ്ലാങ് വളരെ മോശമാണ്. ഡയലോഗ് ഡെലിവറി വളരെ 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 മോശമാണ്. ചുരുക്കി പറഞ്ഞാൽ പവനായി ശവമായി. അതായത് ഇങ്ങനത്തെ ഒരു ആക്ഷൻ പടത്തിൽ ക്യാമിയോ വരുമ്പോൾ അതിന്റെ മുകളിൽ ഒരു ആക്ഷൻ ചെയ്യാൻ പറ്റിയ നടനായിരിക്കണം ഒന്നുകിൽ. അതല്ലേ അതിന്റെ ഒരു ന്യായം. ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അങ്ങനത്തെ ഒരു സംഭവം ഒരു ഫീൽ ചെയ്യിപ്പിക്കണം. അറ്റ്ലീസ്റ്റ് ഒരു ഓറെങ്കിലും ഫീൽ ചെയ്യിപ്പിക്കണം. ഇത് ഒരു ആക്ഷൻ പടത്തിൽ വന്നിട്ട് അവസാനം കോമഡി ആയി കളഞ്ഞു. അത് ഒരിഞ്ഞ് ഇടി നടക്കുക. പരിപാടി നടക്കുന്ന ഇടയ്ക്ക് മമ്മൂക്കയുടെ എൻട്രി. എന്നിട്ട് അവിടെ വന്നിട്ട് കോമാളിക്കളി. പറഞ്ഞ് ബിൽഡ് ചെയ്ത് വെക്കുന്നൊരു സംഭവം, അത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നൊരു സാധനവും രണ്ടും ഡിഫറെന്റ് ആയി പോയി. പേഴ്സണലി ഞാൻ ഒരു കാര്യം പറയാം, എനിക്ക് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി എന്താ പറയുക, കാമിയോന്റെ ആവശ്യമൊന്നും അവിടെ ഇല്ല. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ. നിലവിളക്കിനടുത്ത് കരിവിളക്ക് വെച്ചതുപോലെ ഉണ്ട്. മമ്മൂക്കന്റെ ക്യാരക്ടർ എന്തായാലും കിട്ടാനുള്ള ചാൻസ് ഉണ്ട്, ഉറപ്പായിട്ടും കിട്ടും. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി. ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. അതിന് മുന്നായിട്ട് ഇനി എന്താ സിനിമ, എന്തിനു ഞങ്ങൾ കാണണം ഈ ഒരു സിനിമ എന്നുള്ള ചോദ്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും മറുപടി പറയാം? ഒറ്റ വാക്കി പറഞ്ഞ ഈ ഒരു സംഭവം നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പടം പൊളിയാണ്. ഓക്കെ.